ഹേയ് ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ജേണൽ കവർ സെറ്റ് പ്ലസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ജേണൽ ഫ്ലിപ്പ് ത്രൂ കൂടെയാണ്. പിൻട്രസ്റ്റിലെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ജേണലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഓർഡിനറി നോട്ട്ബുക്കിലാണ് ഞാനും ജേണലിങ് ചെയ്യുന്നത്. അതിൻ്റെ കവർ പേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ജേണലിൻ്റെ ഷേപ്പ് മൊത്തത്തിലൊന്ന് മാറ്റാനാണ് ഇന്നത്തെ പ്ലാൻ. ആദ്യം തന്നെ ബുക്ക് ഫ്രെയിമിൻ്റെ ഉൾഭാഗം ഒരു സാധാ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഔട്ടർ പാർട്ട് കൂടെ ഒന്ന് കവർ ചെയ്യണം. അത് നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം. കറക്റ്റായിട്ട് മെഷർമെൻറ്റിൽ ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കവർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ഭാഗവും മേലെ ഭാഗവും സെൻറ്റർ പാർട്ടിൽ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോ ഭാഗവും ഫോൾഡ് ചെയ്തിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ക്ലോത്ത് ഒട്ടിക്കുമ്പോൾ അത് നിൽക്കുമെന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. പക്ഷെ ഇത് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ നീറ്റ് ലുക്ക് അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിൻ ചെയ്യാതിരുന്നത്. കോർണർ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഫൈനലി കവർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ ആഡംബരാക്കാനൊന്നും ഞാൻ നിന്നില്ല. ഒരു സിമ്പിൾ ആൻഡ് പിൻട്രസ്റ്റി ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള ബ്ലൂ കളറിൽ ഒരു ബോ വരച്ച് കളർ അടിച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു. ഇപ്പോൾ ഒരു പിൻട്രസ്റ്റി ലുക്കൊക്കെ വന്നില്ലേ? നൗ ലെറ്റ്സ് വാച്ച് ദ ജേണൽ ഫ്ലിപ്പ് ത്രൂ വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2023 ഏകദേശം ഫെബ്രുവരി മന്തിലാണ് ഞാൻ ജേണലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊക്കെ ഒടുക്കത്തെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാ കാര്യത്തെയും പോലെ സ്റ്റാർട്ടിങ്ങിൽ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു വന്നു. എൻ്റെ ഐഡിയ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ജേണൽസും ചെയ്യാറുള്ളത്. സപ്ലൈസിൻ്റെ കാര്യവും ഹാൻഡ് മെയ്ഡാണ് എല്ലാ സപ്ലൈസും. CBSE NCERT ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. ഞാൻ ഈ ജേണലിൽ യൂസ് ചെയ്തിട്ടുള്ള കൂടുതൽ സ്റ്റിക്കേഴ്സും CBSE ബുക്സിൽ നിന്നുള്ള കട്ടിങ്സ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജേണലാണ് ഈ ബ്രൗൺ ജേണൽ. എന്നെ ഈ ഒരു ജേണലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഫാൻസി ഐറ്റംസ് ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന പേപ്പർ ബാഗാണ് ഞാൻ കാര്യമായിട്ട് ഈ ജേണലിൽ യൂസ് ചെയ്തത്. നമ്മൾ എന്തിനാണ് ജേണലിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ജേണലിൽ എന്താണ് എഴുതാറുള്ളത് എന്നൊക്കെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. ശരിക്കും ജേണലിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജേണലിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാക്കി സ്ട്രെസ് ഫ്രീ ആവാനും അതുപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റീനെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും നമ്മുടെ ഗോൾസിൽ ഫോക്കസ് ചെയ്തിട്ടിരിക്കാനൊക്കെ നമ്മളെ ജേണലിങ് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ജേണലിൽ എന്തൊക്കെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡെയിലി തോട്ട്സ് എഴുതാം, ടു ഡു ലിസ്റ്റുകൾ എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി ഓർ ഇയർലി ഗോൾസ് എഴുതി വെക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്സിനെ കുറിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ലെറ്റേഴ്സ് എഴുതി വെക്കാം, ഷോർട്ട് പോയംസ്, ഈവൻ സോങ്ങിൻ്റെ ലിറിക്സ് പോലും നമുക്ക് നമ്മുടെ ജേണലിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. ഈ ഒരു പിങ്ക് ജേണൽ ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ വെച്ച് പോപ്പപ്പ് സ്റ്റൈലിൽ ചെയ്ത എൻ്റെ ഫേവറേറ്റ് ഒന്നാണ്. ആൻഡ് ഈ ഒരു ജേണൽ ഫയറി കോർ തീമിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ 2-3 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള ജേണൽസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.